യഥാർത്ഥത്തിൽ ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരു മതമായി രൂപം കൊണ്ട ഒരു ജീവിത വ്യവസ്ഥയാണ്. അടുത്തിടെയാണ് അതൊരു കൺസ്ട്രക്ട്, അതിനെ മതമാക്കുന്ന ഒരു പക്ഷേ ഹിന്ദു മതത്തിൻ്റെ സ്ഥാപകൻ മുഹമ്മദാണ്. പലപ്പോഴും എതിർക്കാൻ മറ്റൊരു മതം ഉണ്ടെങ്കിൽ, ഒരു ശക്തമായ മതം ഉണ്ടെങ്കിലാണ് ഞങ്ങളൊരു മതബോധം ഉണ്ടാക്കാൻ തന്നെ സാധിക്കുന്നത്. പലപ്പോഴും ഈ വർഗീയ കലാപങ്ങളിലേക്ക് അടിസ്ഥാനം അത് തന്നെയാണ്. നമ്മളും അവരും, അവർ വേറൊരു മതം, നമ്മൾ വേറൊരു മതം, നമ്മൾ ഒരുമിച്ച് തള്ളണം വോട്ടിംഗ്, അപ്പോൾ നമ്മളുടെ ഭരണം വരും, നമ്മൾ അവർ, ഇങ്ങനൊരു വിഭജനമാണ് മതബോധം ഉണ്ടാക്കുക. അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യം പണ്ട് ഹിന്ദു മതത്തിലാകെ ഉണ്ടായിരുന്ന ജാതീയമായ വിവേചനമായിരുന്നു. ജാതീയമായ വിവേചനത്തിനെതിരെ ഹിന്ദുമതത്തെ മതപരമായി സംഘടിപ്പിക്കാനായിട്ടാണ് യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശും ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പിടിവലി നടക്കുന്നത്. ഒരാൾ ജാതീയമായിട്ട് ആളുകളെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നു, ജാതിബോധം ഉണ്ടാക്കിയിട്ട്. മറ്റൊരു കൂട്ടർ അയോധ്യ പോലെയുള്ള സാധനങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വർഗീയ കലാപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മതപരമായി വിഭജിക്കാൻ ശ്രമിക്കുന്നു. അധികാരമാണ് ലക്ഷ്യം. ഇപ്പം ഈ പറഞ്ഞ ആൾ ഇദ്ദേഹം പറയുന്ന ഇതാണ്, ഞങ്ങൾ ഹിന്ദുക്കൾ ഈ മതവിമർശനമാണ്, ഞാൻ ഹിന്ദു മതത്തിൻ്റെ നല്ലതിനെ തള്ളി എന്നാണ് നിങ്ങൾ പറയുന്നത്. ഹിന്ദു മതത്തിൻ്റെയോ ക്രിസ്ത്യൻ മതത്തിൻ്റെയോ സിഖ് മതത്തിൻ്റെയോ നല്ലതിനെ തള്ളേണ്ട എൻ്റെ ജോലിയല്ല, ഞാൻ ചെയ്യുകയില്ല. എന്തിനാണ് നല്ലതിനെ തള്ളുന്നത്? നല്ലതിനെ ആരും തള്ളേണ്ട കാര്യമില്ലല്ലോ. നല്ലതുള്ളതെല്ലാം നമുക്കെടുക്കാം, പരിഷ്കരിച്ചെടുക്കേണ്ടത് പരിഷ്കരിച്ചെടുക്കാം. പക്ഷെ തള്ളേണ്ടവ തള്ളണ്ടേ, കമ്പം തള്ളണ്ടേ, എഴുന്നള്ളത്ത് തള്ളണ്ടേ, അത്തരം കാര്യങ്ങൾ, തള്ളേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ സൂചിപ്പിക്കുമ്പോൾ അത് അടച്ചാക്ഷേപം എന്നുള്ള ഒരൊറ്റ ജാറുകളിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് പ്രശ്നം. ഇപ്പോൾ ഹിന്ദു മതത്തിന് എതിരെയുള്ള വിമർശനങ്ങൾ എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ ഞങ്ങളൊന്നും ചെയ്യത്തില്ല അല്ലേ? അതേസമയം ക്രിസ്ത്യാനികളെയോ മുസ്ലിങ്ങളെയോ കുറിച്ച് കഴിഞ്ഞാൽ അവന്മാർ വെട്ടും, തലവെട്ടും, കൈവെട്ടും, അതുകൊണ്ട് നിങ്ങളൊന്നും പറയില്ല. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളും അങ്ങനെ ചെയ്യട്ടെയോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഞങ്ങളും അങ്ങനെ തുടങ്ങട്ടെയോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മതത്തിൻ്റെ അതിൻ്റെ അസ്തിത്വമായിട്ട് അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ സാധിക്കുമായിരുന്നു, പക്ഷേ ഞങ്ങളത് ചെയ്യുന്നില്ല എന്നല്ലേ പറയുന്നത്. നിങ്ങളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു ദർശനത്തിനെതിരെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിനെതിരെ, ഒരു മതത്തിനെതിരെ വിമർശനം വരുമ്പോൾ അതിനെ യാഥാർത്ഥ്യമായി വസ്തുതാപരമായി നേരിടാനും വിമർശനം കൊണ്ട് നേരിടാനും കഴിയുന്നില്ലെങ്കിൽ അവിടെ കൈവെട്ടും കാലുവെട്ടും ഞങ്ങളത് ചെയ്യുന്നില്ലോ, അത് ഞങ്ങളുടെ മഹത്തരം എന്ന് പറയുന്നതിൽ കാര്യമില്ല. വയലൻസ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വെടിയുണ്ടകളായാലോ, അതിരാവിലെ വെടിയുണ്ടകളായാലോ കൈയും കാലും വെട്ടേണ്ട കാര്യമില്ലല്ലോ. വീട്ടിൽ നിന്ന് വിളിച്ച് ഉണർത്തിയിട്ട് വെടിയുണ്ടകൾ കൊണ്ട് കാര്യങ്ങൾ പരിഹരിച്ചാലോ? ഇതൊന്നും ആരുടെയും കുത്തകയൊന്നുമല്ല. അക്രമം എന്ന് പറയുന്നത് ഭീരുവിൻ്റെ മാർഗമാണ്. അക്രമം ചൂണ്ടിക്കാണ്ടി വരട്ടുക എന്ന് പറയുന്നത് ഭീരുവിൻ്റെ മാർഗമാണ്. അതാണോ യഥാർത്ഥ മതവിശ്വാസം? അതാണോ യഥാ ഹൈന്ദവത? എനിക്ക് തോന്നുന്നില്ല.